ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ കരുതൽ, കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തതിൻ്റെ ഭയങ്കരമായ, അതായത് വിശ്വാസമുണ്ടെങ്കിലും അത് ആഴപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തന്നെ കൃപാസന പത്രമാണെങ്കിൽ പോലും മുമ്പ് അച്ഛൻ നമുക്ക് എന്താ പറയുക, രണ്ടാമത്തെ പുതുക്കലിന് അച്ഛൻ പറയും നിങ്ങളുടെ സ്റ്റാറ്റസ് വിട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ. പക്ഷേ ആദ്യം എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു, ഞാനിങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ വിചാരം പോലെ എന്നിൽ പൈശാചിക ചിന്തയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആരുമല്ല, ഞാൻ വെറും ഏറ്റവും താഴെ നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈശോയ്ക്ക് വേണ്ടി, പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി, അവരുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഓടിച്ചെല്ലും. ആരൊക്കെ കൂടി നിൽക്കണം അവരുടെ മുമ്പിൽ ഞാൻ പത്രമായിട്ട് ചെല്ലും, മക്കളെ ഇത് സ്വീകരിക്കുക, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് തരക്കാരോ ഏത് ലെവലിലായിക്കോട്ടെ, പക്ഷേ നമ്മളെക്കാട്ടി വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അറിയണം. നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. വിശ്വാസത്തിന് വേണ്ടി കുറേ സാക്ഷ്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞേൽപ്പിക്കും. അങ്ങനെ കാണുന്നവർക്കൊക്കെ മാത്രമല്ല കൊടുക്കുന്നത്. ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ 9:30 കാറ്റീസം കുർബാന തുടങ്ങുമെങ്കിൽ 8 മണിക്ക് ഇറങ്ങും എൻ്റെ മതിലോ ഹോസ്പിറ്റലിലേക്ക്. ഓരോ റൂമുകളിൽ ചെന്ന് കൊട്ടും. എന്നിട്ട് ഞാൻ കഥ തുറന്ന് അവരോട് ഞാൻ പറയുന്നത്, ഈ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പേ അവരുടെ വിഷയം, അവരുടെ വിശേഷങ്ങൾ ചോദിക്കും, എന്താണ് അസുഖം ചോദിക്കും. പിന്നെ ഞാൻ സംസാരിക്കുന്നത് അവർക്ക് പോസിറ്റീവ്. അവർ എൻ്റെ മുമ്പിൽ നിന്ന് കരയും. എൻ്റെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമായിരിക്കാം, പക്ഷേ അവർക്കൊരു പ്രത്യാശ വരുന്നതായിരിക്കാം. എന്തോ അവർ ഭയങ്കരമായിട്ട് സങ്കടത്തിൽ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ,